ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ എപ്പോഴും തയ്യാറാക്കുന്ന അതീവ രുചികരമായ ഒരു നാടൻ മത്തിപ്പീരയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ 1 കിലോ മത്തി വെട്ടിക്കഴുകി വൃത്തിയാക്കി ചെറിയ പീസസായിട്ട് ഞുറുക്കി അത് വീണ്ടും നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം തോർന്ന് ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 തേങ്ങ ചുരണ്ടിയത്, 1 പിടി കറിവേപ്പില, 1 പിടി കാന്താരി, 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 6-7 അല്ലി ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞത്, അതുപോലെ വെളുത്തുള്ളി 4-5 വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വറുത്ത് പൊടിച്ച ഉലുവായും 1 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4-5 കഷ്ണം കുടംപുളി കീറി കഴുകി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് യോജിപ്പിക്കാം. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം. എന്നാലും കാന്താരി കിട്ടുവാണെങ്കിൽ കാന്താരി തന്നെ ചേർക്കുന്നതാണ് അതിൻ്റെ തനതായ ഒരു രുചി. നല്ല പഴുത്ത കാന്താരി ആയതുകൊണ്ട് കൈകൊണ്ട് ഞെരടുമ്പോൾ തന്നെ നന്നായിട്ടത് മിക്സ് ആയിക്കോളും. അപ്പം നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ 2-3 ദിവസം കേടാകാതെ ഇരിക്കുന്ന ഒരു അടിപൊളി മത്തിപ്പീരയാണ്. അപ്പോൾ ഇനി ഇതിനാവശ്യമായ ഉപ്പുപൊടി നമുക്കിപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് അരപ്പൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് എല്ലായിടത്തും ഒരുപോലെ എത്തും. ഇനി നമ്മൾ പനിഞ്ഞീനും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. മീൻ കഷ്ണങ്ങളിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കൈകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ മീൻ കഷ്ണങ്ങളും അരപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകണം. അപ്പം വെന്ത് വരുമ്പോഴത്തേക്ക് ഒരുപോലെ അരപ്പ് എല്ലായിടത്തും പിടിക്കും. കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. മീൻ വേകുന്നതിന് ആവശ്യമായ വെള്ളമാണ് നമ്മൾ പുളി കുതിരുന്നതിനായിട്ട് ഒഴിച്ച് വെച്ചിരുന്നത്. പുളിക്കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് പുളിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഈ മീൻ കഷ്ണങ്ങളും തേങ്ങായും കൂടെ ഒന്ന് വേകാൻ ആവശ്യമായ വെള്ളമാണിത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പുളിക്കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി താഴോട്ടൊന്ന് വെക്കാം. ഒന്നുകൂടെ ഒന്ന് കുടഞ്ഞ് യോജിപ്പിക്കാം. അല്പസമയം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് വെള്ളം കുറച്ചുകൂടി വേണം. ബാക്കി പുളിവെള്ളവും കൂടെ ഞാൻ ചേർക്കുകയാണ്. അല്പസമയം ഇങ്ങനെയൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. ഇനി പാത്രം അടച്ച് നമുക്ക് ഇത് അടുപ്പിലേക്ക് വയ്ക്കാം. വിറകടുപ്പിൽ തയ്യാറാക്കുവാണെങ്കിൽ ഒന്നുകൂടെ സ്വാദാണ്. വിറകടുപ്പിൽ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗ്യാസ് അടുപ്പിൽ തന്നെ വയ്ക്കാം. ഞാൻ ഗ്യാസ് അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മത്തിപ്പീര ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പനിഞ്ഞീനും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഈ അരപ്പിൽ കിടന്ന് പനിഞ്ഞീൻ വേകുമ്പോഴത്തേക്ക് അതിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സ്വാദാണ് ഈ പനിഞ്ഞീനിന്. ഇപ്പോൾ കിട്ടുന്ന മത്തിക്കും നല്ല രുചിയാണ്, നെയ്യുള്ള മത്തി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ അധികം ഇങ്ങനെ ഇളക്കാതെ തവി കൊണ്ട് മെല്ലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ചാൽ മതി. അല്ലേ ചട്ടി കുടഞ്ഞ് ഇളക്കിയാലും മതി. കണ്ടില്ലേ, പനിഞ്ഞീനൊക്കെ വെന്തു. എന്നാൽ ഈ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റണം. വെള്ളം നന്നായിട്ട് തന്നെ വറ്റണം. അപ്പോഴത്തേക്ക് മീൻ പീര നന്നായിട്ട് തേങ്ങായും മീൻ കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് മെല്ലെ ഒന്ന്
തവി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വീണ്ടും അല്പസമയം കൂടി ഒന്ന് തുറന്ന് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ല കറിവേപ്പില കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു അല്പസമയം കൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അല്പസമയം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഇപ്പം നമ്മുടെ അടിപൊളി മത്തിപ്പീര റെഡിയായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.